wait, hold on. This is the all new Skoda Octavia RS. Hey folks, welcome back to another episode. നമ്മളിപ്പോൾ ഉള്ളത് ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണ്. ഇവിടെ വി ആർ എസ് ഓടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന റിവ്യൂസിനൊക്കെ നിങ്ങൾക്ക് ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വാഹനം ബുക്ക് ചെയ്ത് വാങ്ങാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. എന്നാൽ സ്കോഡ ഒക്ടാവിയ VRSൻ്റെ കാര്യത്തിൽ അത് നമുക്ക് ലഭിക്കില്ല. ആകെ 100 യൂണിറ്റുകൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 100 യൂണിറ്റുകൾ വിറ്റ് തീർന്നിരിക്കുകയാണ്. ഇനി വാഹനം കിട്ടണമെങ്കിൽ അടുത്ത 100 യൂണിറ്റുകൾ അല്ലെങ്കിൽ അടുത്ത 200 യൂണിറ്റുകൾ സ്കോഡ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു വാഹനം നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുള്ളൂ. 50 ലക്ഷം രൂപയ്ക്കാണ് സ്കോഡ ഒക്ടാവിയ VRSൻ്റെ 4th ജനറേഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്കിൾസ് ആൻഡ് ആൻറ്റീസ്, ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ടു ദ അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് സ്കോഡ ഒക്ടാവിയ VRS ട്രാക്ക് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ദ ഓൾ ന്യൂ ഒക്ടാവിയ RS ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. 25 വർഷം ഇന്ത്യയിൽ സ്കോഡ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ട്രിബ്യൂട്ടായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. ആൻഡ് 4th ജനറേഷൻ ഒക്ടാവിയ RS ആണ് ഇന്ത്യയിൽ നമുക്ക് ഇന്ന് നിലവിലിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ മതിയാകും ഇതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് എത്രമാത്രം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ആകെ 100 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന ഈ ഒരു വാഹനം കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടായി മാറിയത്. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനും ഈ ഒരു കളർ പാറ്റേണും നോക്കുകയാണെങ്കിൽ മുമ്പ് നമ്മൾ ആ ഒരു ഒക്ടാവിയയിൽ കണ്ടിട്ടില്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസൈൻ പാറ്റേണും ഒരു കളർ തീമുമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് പ്രീവിയസ് ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫേസ് ലിഫ്റ്റായിട്ട് തന്നെ നമുക്ക് തന്നെ കണക്കാക്കാനായിട്ട് സാധിക്കും. പ്രീവിയസ് ജനറേഷനോട് സാമ്യമുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, അതൊരു ബ്ലാക്ക് എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഗ്രീൻ കളറും ഈ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ വളരെയധികം മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺ കൂടിയാണ് സ്കോഡ ഈ ഒരു ഒക്ടാവിയയിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വലിയൊരു LED ഹെഡ്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗ്രില്ലിൽ നമുക്കൊരു VRSൻ്റെ ഒരു ബാഡ്ജിങ്ങും ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഫ്രണ്ടിൽ നമുക്കൊരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ എയർ ഇൻടേക്ക് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മളിപ്പോൾ ഉള്ളത് ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണ്. ഇവിടെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്പീരിയൻസ് സ്കോഡ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഒക്ടാവിയ RSൻ്റെ ട്രാക്ക് എക്സ്പീരിയൻസ് ആണ്. സോ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാൻഡ്ലിംഗ് ആണ്. സോ ഇവിടെ മൾട്ടിപ്പിൾ ഒബ്സ്റ്റക്കിൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഈ ഒബ്സ്റ്റക്കിൾസിൽ ഈ വാഹനം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നോക്കാൻ പോകാം. ഡൺ. ഓക്കെ, സ്ലാലം ടെസ്റ്റാണ്. ഇതിൻ്റെ ഒരു 6 ആക്ക് രീതിയിലായിരിക്കും നമ്മളിത് ഹാൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ വി ഗോ. Right here through these 2 coils. You turn here. Yeah, pull. Go straight. Look and right. Do those 2 coils. Let's drop it. Correct. Right. Go through these. Go right. Keep going. Keep going. You're going right. Yeah. You switch left. Keep going. Keep going. Go these and brake. Turn left. Keep going. Stop it. Left key. Through these there. And brake. And right side. Brake and left. Yes, done. That's the exit. Okay. അങ്ങനെ ഒക്ടാവിയ RS ട്രാക്കിലേക്ക് എടുക്കുകയാണ്. സോ നിങ്ങളിപ്പോൾ കണ്ടത് ബാലൻസിങ്ങും ഹാൻഡ്ലിങ്ങിൻ്റെ ടെസ്റ്റാണ്. സോ ദെൻ വി ആർ ഗോയിങ് ടു ട്രൈ ടു ഹിറ്റ് ദ ട്രാക്ക്. Keep it under 50 in the pit lane. Okay. Okay. Brake. Harder, harder, harder.
Brake harder. Yeah, perfect. Let it turn. Okay. Let it turn. Now full throttle. Brakes harder. Turn. Full throttle. Hold it full throttle. Keep it on the right. Now brake. Harder. Brake. Turn. Brakes. Throttle. Brake. Harder. Gently on the throttle. Turn right. Throttle. Put on the left. Brake. Brake harder. Turn. Slowly come on the throttle. Full throttle. Brake. Hard braking. Harder. Slow it down more. Now turn. Throttle. ടു ഹൺഡ്രഡ്. Brake harder. ഇതുകൊണ്ടാണ് 100 യൂണിറ്റുകൾ വന്നപ്പോൾ തന്നെ വിറ്റ് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയത്. ദിസ് ഈസ് വൺ ഓഫ് എ കൈൻഡ്. ദാറ്റ്സ് ഫോർ ഷുവർ. യു ക്യാൻ സീ ദ സ്മൈൽ ഇൻ മൈ ഫേസ്, റൈറ്റ്? Yeah. 2 liter TSI, 265 and 370 Nm of torque. Man. 0 to 100 less than 6 seconds. ആൻഡ് ഈ ഒരു ലൈനിലാണ് നമ്മൾ 200 പാസ് ചെയ്തത്. സോ ഇപ്പോൾ നമ്മൾ കൂൾ ഡൗൺ ലാപ്പിലാണ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫീസിലേക്കോ ഡെയിലി കമ്മ്യൂട്ടിനോ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ബട്ട് വീക്കെൻഡ്സിൽ ഇതുപോലൊരു ട്രാക്കിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ഒക്കേഷൻ ഇവൻറ്റ്സിലൊക്കെ ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് കാർ. ആൻഡ് യൂഷ്വലി നമ്മൾ കൊണ്ടുവരുന്ന റിവ്യൂസൊക്കെ പുതിയ വാഹനങ്ങളുടെ ആയിരിക്കും. നിങ്ങൾക്കത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഷോറൂമിൽ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു വാഹനം ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. ഈ ഒരു വാഹനം ഓൾറെഡി സോൾഡ് ഔട്ടായി. നിങ്ങൾക്ക് ഷോറൂംസിൽ ബുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി അടുത്തലോട്ട് വന്നാൽ മാത്രമേ ഈ ഒരു വാഹനം നിങ്ങൾക്ക് അവൈലബിൾ ആകൂ. ആൻഡ് ഇന്റീരിയറിലേക്ക് നോക്കുവാണെങ്കിലും വളരെ സ്പോർട്ടി ഫീൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു നേച്ചറാണ് ഈ വിമാനത്തിന് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. അതായത് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നതും ഇന്റീരിയറിലും അത് തന്നെ നമുക്ക് ക്യാരി ഫോർവേഡ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു സീറ്റാണ്. ഒരു സ്പോർട്സ് കാറിലൊക്കെ കാണുന്ന ഒരു കൈൻഡ് ഓഫ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് VRSൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നല്ല കംഫർട്ട് കിട്ടുന്ന വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ട്രാക്കിൽ ഓടിക്കുമ്പോഴും ഈ ഒരു സീറ്റ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ട്രാക്കിൽ ഓടിക്കുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്ത കാര്യമാണ്. നല്ല രീതിയിൽ വാഹനത്തിൻ്റെ ഹാൻഡ്ലിങ്ങും നല്ല കംഫർട്ടും വാഹനത്തിന് കുറച്ചുകൂടി നമുക്ക് ഹഗ് ചെയ്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്റ്റിയറിംഗ് നോക്കുവാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെയും VRSൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഹാൻഡ്ലിംഗ് തരുന്ന സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. സ്കോഡയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിലും ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ നടുവിൽ കൊടുത്തിരിക്കുന്ന വലിപ്പമുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെങ്കിലും വളരെയധികം ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ പോലുള്ള
കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ആൻഡ് 7 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെയാണ് ഒരു ഗിയർ നോബ് വരുന്നത്, ഒരു ചെറിയ കുട്ടി നോബാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിനോട് കൂടെ തന്നെയാണ് ഇലക്ട്രോണിക്കലി പാർക്കിങ്ങിൻ്റെ ആ ഒരു ബട്ടണും വരുന്നത്. ആൻഡ് നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന ഒരു ആംറസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡബിൾ ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് കൂടിയാണ് വരുന്നത്. ആൻഡ് ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വെൽ ബിൽറ്റ് ആയിട്ടുള്ള പ്രീമിയം ലക്ഷറി കൈൻഡ് ഓഫ് എലമെൻസും ടച്ചും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു സെൻട്രൽ കൺസോളും ഒരു ഡ്രൈവിംഗ് ഒരു ഏരിയയുമാണ് സ്കോഡ ഒക്ടാവിയയിൽ സ്കോഡ കൊടുത്തിരിക്കുന്നത്. റിയർ സീറ്റിലേക്ക് വരുവാണെങ്കിലും 3 പേർക്കുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നടുവിൽ വലിയൊരു സെൻട്രൽ കൺസോൾ ഉള്ളതുകൊണ്ട് 2 പേർക്കായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ലെഗ് പൂർണ്ണമായിട്ട് ഈ ഒരു സീറ്റിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അണ്ടർത്തെ സപ്പോർട്ട് ഡീസൻ്റ് ആണ്, ബട്ട് എന്നാൽ പ്രോപ്പറായിട്ടൊരു കംഫർട്ടായിട്ടൊരു യാത്ര നമുക്ക് അണ്ടർത്തെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നില്ല. ആൻഡ് ലോങ് ജേണിക്കൊക്കെ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നടുവിൽ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ബൈക്കിലേക്ക് AC വെൻസും ചാർജിങ് പോർട്സ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഒരു ജസ്റ്റർ എനേബിൾ ആയിട്ടുള്ള ഒരു റീഡിംഗ് ലാമ്പ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 1 ടച്ച് ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റുന്ന ഒരു മിററും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. സൺ ബ്ലൈൻഡോടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു കംഫർട്ടോ അല്ലെങ്കിൽ ഈ ഒരു റിയർ സീറ്റ് കംഫർട്ടിന് വേണ്ടിയല്ല ഈ ഒരു വാഹനം സ്കോഡ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഓൾവേസ് ആ ഒരു ഫ്രണ്ട് സീറ്റിലിരുന്ന് വാഹനം ഓടിക്കുമ്പോഴും ആ ഒരു കിട്ടുന്ന ഫൺ ഫാക്ടറും ആ ഒരു കിട്ടുന്ന ഒരു സ്മൈലുമാണ് ഈ ഒരു വാഹനത്തിനെ എപ്പോഴും സ്കോഡ അപ്പ് മാർക്കറ്റ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും. വളരെ മാസീവായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ സ്കോഡ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 പേരെ കിടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ബൂട്ട് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതിന് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഈ ഒരു ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഭയങ്കര ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു കളറാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് എലമെൻറ്റോട് ആകുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു സ്പെഷ്യൽ ഫീലിങ്ങും ഒരു ഹാപ്പിനെസ്സും ഈ ഒരു വാഹനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പോയിലർ പോലൊരു ഭാഗമാണ് ഈ ഒരു ബൂട്ട് ഡോറിൻ്റെ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്കോഡ എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും ഒക്ടാവിയ എന്നുള്ള ബാഡ്ജിങ്ങും ഒരു ബ്ലാക്ക് എലമെൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ടിൽ കണ്ട പോലുള്ള ഒരു VRSൻ്റെ ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഡോറിലേക്ക് കയറി നിൽക്കുന്ന ഒരു ടെയിൽ ലാമ്പിനാണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഭാഗത്തായിട്ടും ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു റിഫ്ലക്ടർ ഏരിയയാണ് കാണുന്നത്. ആൻഡ് ഡ്യുവൽ സൈലൻസറോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഒരു ഫൺ ഫാക്ടറും ഒരു ഡ്രൈവിംഗ് ഫീൽ കിട്ടുന്നതും വാഹനത്തിൻ്റെ ഹാർട്ട് എന്ന് വിളിക്കാൻ പറ്റുന്നതും ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു എഞ്ചിനാണ്. 2 ലിറ്റർ TSI എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 265 bhp പവറും 370 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള വളരെ ഫണ്ണായിട്ടും എൻഗേജിംഗ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ ഹാൻഡ്ലിങ്ങിലും ട്രാക്കിലുള്ള എക്സ്പീരിയൻസിലും നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ദ സാഡ് പാർട്ട് ഈസ് 100 യൂണിറ്റുകൾ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു വാഹനം നിലവിൽ ലഭ്യമാവുള്ളൂ. അത് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ടായി. എന്തുകൊണ്ടാണ് സ്കോഡ 100 യൂണിറ്റുകൾ മാത്രമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇത്രയധികം ഫൺ ഫാക്ടറുള്ള, ഇത്രയധികം എൻഗേജിംഗ് ഉള്ള, ഇത്രയധികം ഡ്രൈവിംഗ് ഫണ്ട് കിട്ടുന്ന ഒരു വാഹനങ്ങൾ ഇനിയും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലുള്ള വാഹനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഓഫീസിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി പർപ്പസ് കഴിഞ്ഞിട്ട് ഒക്കേഷനിൽ ഇതുപോലുള്ള ട്രാക്കിലും ഇതുപോലുള്ള കുറച്ചുകൂടെ ഒരു ഫൺ ഫാക്ടറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഫൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് സ്കോഡ ഒക്ടാവിയ RS എന്നുള്ളത്. ആൻഡ് ഈ ഒരു വാഹനമായിട്ടുള്ള ദിവസവും ഇന്നത്തെ ഒരു ഡ്രൈവും വളരെയധികം എൻജോയ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതൊരു ട്രാക്കിൽ ഓടിക്കുന്ന സമയത്തും അതിൻ്റെ ഹാൻഡ്ലിങ്ങിലും ഒക്കെ ഈ ഒരു വാഹനം എനിക്ക് തന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതിൻ്റെ സ്റ്റെബിലിറ്റി, ഇതിൻ്റെ ആ ഒരു ഷാസിയുടെ ബിൽട്ട്, ഇതിൻ്റെ ഒരു പവർഫുൾ എഞ്ചിൻ ആൻഡ് സ്കോഡ വോക്സ്വാഗൻ ആ ഒരു ബ്രാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ജർമ്മൻ എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത് കുറച്ചുകൂടി എനിക്ക് അടുത്തറിയാൻ പറ്റിയൊരു നിമിഷം കൂടിയാണ്. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.